DMRCയുടെ കോഴിക്കോട് ഓഫീസ് അടച്ചുപൂട്ടുന്നതോടെ നിലമ്പൂർ നഞ്ചൻകോട് റെയിൽപാതയുടെ നിർമ്മാണം മുടങ്ങുമെന്ന ആശങ്ക. നഞ്ചൻകോട് പാതയ്ക്കായി പ്രാഥമിക സർവേ നടത്തിയ DMRCയെയാണ് വിശദമായ സർവേക്കും സർക്കാർ ചുമതലപ്പെടുത്തിയത്. എന്നാൽ സർക്കാർ പണം നൽകാത്തതിനാൽ സർവേ നിർത്തിവച്ചിരിക്കുകയാണ്. കോഴിക്കോട്ടെ ഓഫീസ് അടച്ചുപൂട്ടുന്നതോടെ പദ്ധതിയുടെ നിലനിൽപ്പ് തന്നെ ആശങ്കയിലാവുകയാണ്. കോഴിക്കോട്ടെ ഓഫീസ് കേന്ദ്രീകരിച്ചായിരുന്നു ലൈറ്റ് മെട്രോയ്ക്ക് ഒപ്പം നിലമ്പൂർ നഞ്ചൻകോട് പാതയുടെയും പ്രവർത്തനങ്ങൾ DMRC ഏകോപിപ്പിച്ചിരുന്നത്. പാതയുടെ പ്രാഥമിക സർവേ DMRC പൂർത്തീകരിക്കുകയും ചെയ്തു. വിശദമായ സർവേയുടെ ചുമതലയും DMRCക്കാണ്. ഇതിനായി കണക്കാക്കുന്ന 8 കോടി രൂപയിൽ ആദ്യ ഗഡുവായ 2 കോടി രൂപ വനത്തിനകത്തു കൂടിയുള്ള സർവേക്കായി ഉടൻ നൽകണമെന്നായിരുന്നു DMRCയുടെ ആവശ്യം. എന്നാൽ സർവേക്ക് കർണാടകയുടെ അനുമതി ലഭിക്കാത്തതിനാൽ സർക്കാർ ഇതുവരെ പണം കൈമാറിയില്ല. അതിനാൽ തന്നെ DMRC വിശദമായ സർവേക്കുള്ള പ്രവർത്തനങ്ങളും ആരംഭിച്ചിട്ടില്ല. അതിനിടയിലാണ് ലൈറ്റ് മെട്രോയ്ക്ക് കേന്ദ്രാനുമതി ലഭിക്കാത്തതിനെ തുടർന്ന് കോഴിക്കോട് ഓഫീസിന്റെ പ്രവർത്തനം DMRC അവസാനിപ്പിക്കുന്നത്. ഏറെക്കാലത്തെ ജനകീയ പ്രക്ഷോഭങ്ങൾക്കൊടുവിലാണ് നഞ്ചൻകോട് പാതയ്ക്കായി DMRC പ്രാഥമിക സർവേ നടപടികൾ പൂർത്തീകരിച്ചത്. DMRCയുടെ കോഴിക്കോട്ടെ ഓഫീസ് അടച്ചുപൂട്ടുന്നതോടുകൂടി പദ്ധതിയെക്കുറിച്ച് വലിയ ആശങ്കയാണ് ഉയരുന്നത്. കോഴിക്കോട് നിന്നും സാജിദ് അജ്മൽ, മീഡിയ 1.